ഞങ്ങളിപ്പോൾ വിധാൻ സൗദയിൽ വന്നിരിക്കുകയാണ്. കർണാടകയിലെ ഒരു നിയമസഭയാണ് ഈ വിധാൻ സൗദ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും നമ്മുടെ ഹസമാശ് അദ്ദേഹവും ഞങ്ങൾ നേരത്തെ ഒരു തവണ വന്നായിരുന്നു. പിന്നെ നമ്മുടെ മോന സാർ, അസർ സാർ, പിന്നെ അതുപോലെ നമ്മുടെ കാച്ചി സാർ, പിന്നെ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ പാലസ് കാണാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാണ്. അസറുദ്ദീൻ സാർ, ബാംഗ്ലൂർ പാലസ് ഏകദേശം ഈ വിധാൻ സൗദയുടെ അടുത്തെവിടെയല്ലേ? ഇവിടെ നിന്ന് ഇറ്റ്സ് നിയർലി 24 kilometers. 24 kilometers. Like that, actually, Google shows. We don't know. Sorry. It's 24 minutes walk from here. So we will go by walk from here. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നടന്നു പോകാനുള്ള ഏകദേശം ഒരു ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ വിധാൻ സൗദ ഇവിടുത്തെ കെട്ടിടം ഒരു അപാര ബിൽഡിംഗ് തന്നെയാണ്. ഞാനിതിൻ്റെയൊക്കെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വ്ളോഗ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിയമസഭാ കേന്ദ്രമെന്ന് പറയാം കർണാടകയിൽ. അപ്പോൾ മനോഹരമായ ഒരു കാഴ്ചകളാണ്. ഇവിടെ ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഡോക്ടർ അംബേദ്കർ ജന്മദിനത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമായിരുന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഫുള്ള് പന്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ആഘോഷിക്കാൻ വേണ്ടിയുള്ള. ഇപ്പോൾ ആ പന്തലൊക്കെ ഇല്ല. ഇവിടെ ജനങ്ങളിങ്ങനെ തടിച്ചുകൂടിയിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളൊന്ന് കണ്ടു. ഓക്കെ, നമുക്കിനി അടുത്തത് നമ്മുടെ ബാംഗ്ലൂർ പാലസ് ഒന്ന് പോയി കണ്ടേക്കാം. ബൈ.